ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഹെക്സൻ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമ്മൾ ബൂട്ട്സ്ട്രാപ്പിന്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലേഔട്ട്, കണ്ടെയ്നേഴ്സ് ഒക്കെ നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ബൂട്ട്സ്ട്രാപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഗ്രിഡ് സിസ്റ്റം. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൽ പല ലേഔട്ടുകളും സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഗ്രിഡ് സിസ്റ്റം നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. എല്ലാവരും മുഴുവനായിട്ട് കാണാൻ തന്നെ ശ്രമിക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ബൂട്ട്സ്ട്രാപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. കണ്ടെയ്നേഴ്സ്, റോസ്, അതുപോലെ തന്നെ കോളംസ് ഇത്ര ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് ഇതിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. കണ്ടെയ്നേഴ്സ്, റോസ് ആൻഡ് കോളംസ് ഇതാണ് ബൂട്ട്സ്ട്രാപ്പിന്റെ ഗ്രിഡ് സിസ്റ്റത്തിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രിഡ് സിസ്റ്റത്തിൽ ലേഔട്ട് സെറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ കണ്ടന്റിനെ അലൈൻ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ സി എസ് എസിലെ ഫ്ലെക്സ് ബോക്സ് കൺസെപ്റ്റ് ഒക്കെ നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഫ്ലെക്സ് ബോക്സ് ലേഔട്ട് മോഡൽ വെച്ചിട്ടാണ് ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഗ്രിഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പേജ് ഫുള്ളി റെസ്പോൺസീവ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള കണ്ടെയ്നേഴ്സ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. നമുക്ക് കണ്ടെയ്നേഴ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാം. സോ നെക്സ്റ്റ് നമുക്ക് റോസ് ആൻഡ് കോളംസ് ആണ്. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് റോസും കോളംസും ആണ്. അത് നമുക്ക് വീഡിയോയിൽ നോക്കാം. സോ നമ്മൾ ഗ്രിഡ് സിസ്റ്റത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് റോസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഈ റോസിനുള്ളിലാണ് ഓരോ റോയ്ക്ക് ഉള്ളിലായിരിക്കും കോളംസ് വരുന്നത്. കോളം എന്ന് പറയുന്നത്, അതായത് ഒരു റോയ്ക്കുള്ളിൽ 12 കോളംസ്, 12 കോളംസ് ആണ് ഉണ്ടാവുക. അത്രമാത്രം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ റോസിലെ കോളത്തിനുള്ളിലായിരിക്കും നമ്മുടെ കണ്ടന്റ് വരുന്നത്. അതായത് കണ്ടെയ്നറിൽ അതിൻ്റെ ഉള്ളിൽ റോയ്ക്കുള്ളിൽ ഒരു 12 കോളംസ് ഉണ്ടായിരിക്കും. ഈ കോളത്തിനകത്തായിരിക്കും കണ്ടന്റ്സ് വരുന്നത്. അപ്പൊ നമുക്ക് കോളംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്ലാസ് എന്ന് പറയുന്നത് കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആണ്. അതുപോലെ തന്നെ കോൾ 1, കോൾ 2 ഇങ്ങനെയാണ് അതിന്റെ ക്ലാസ്സസ് വരുന്നത്. കോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമുക്ക് കോഡിൽ നോക്കാം. അപ്പോൾ കോഡിലേക്ക് പോകാം. സോ നമ്മളിവിടെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ബൂട്ട്സ്ട്രാപ്പിന്റെ CDNs ഒക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഇതിലെങ്ങനെ നമുക്ക് കോളംസ് അല്ലെങ്കിൽ റോസിനുള്ളിൽ കോളംസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് അതിന് ആദ്യമായിട്ട് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. ഒരു കണ്ടെയ്നർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനുള്ളിലായിട്ട് നമ്മളൊരു റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ റോയ്ക്കുള്ളിലാണ് നമ്മൾ കോളംസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോൾ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉപയോഗിച്ചാണ് നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബൂട്ട്സ്ട്രാപ്പിന്റെ കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് COL. അപ്പൊ അതേപോലെ തന്നെ അപ്പൊ നമുക്ക് ഓരോ കോളംസ് എന്ന് പറയുന്നത് കോൾ 1 ഇങ്ങനെയാണ്. കോൾ 1 ഇങ്ങനെയുള്ള 12 കോളംസ് ചേർന്ന് 12 കോളംസ് ആണ് ഒരു റോയ്ക്കുള്ളിൽ വരുന്നത്. അതിന്റെ മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പേഴ്സ് ഓഫ് കോളം ആണ് 12 എന്ന് പറയുന്നത് ഒരു റോയ്ക്കുള്ളിൽ. അപ്പം അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ 13 ആയി കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ലൈനിലായിട്ട് അല്ലെങ്കിൽ അടുത്ത റോയിലായിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെ 12 കോളംസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെയുള്ള 12 കോളംസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അല്ലേ, ഇങ്ങനെയുള്ള 12 കോളംസ് ആണുള്ളത് ഒരു കണ്ടെയ്നറിനുള്ളിൽ. റോയ്ക്കുള്ളിൽ 12 കോളംസ്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ബോർഡർ ഒക്കെ കൊടുത്ത് നോക്കാം, കുറച്ചും കൂടി മനസ്സിലാവും. അതിനായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ തന്നെ സ്റ്റൈൽ ചെയ്യാം. ഫസ്റ്റ് കണ്ടെയ്നറിനൊരു ബോർഡർ കൊടുക്കാം.
ഇതിന്റെ സ്പെല്ലിങ്ങിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ബോർഡർ ഒരു 1px സോളിഡ് ബ്ലാക്ക് കൊടുക്കാം. കണ്ടെയ്നർ ഏതാണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് എന്റെ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഈ ഒരു ബോർഡർ വന്നേക്കുന്നതാണ് കണ്ടെയ്നറിനാണ്. ഇനി നമുക്ക് റോയ്ക്ക് ബോർഡർ കൊടുക്കാം. ഈ കണ്ടെയ്നറിനുള്ളിൽ ആണ് റോ വരുന്നത്. ഈ റോയ്ക്ക് ഇതേപോലെ തന്നെ കൊടുത്താൽ മതിയാവും. നമുക്ക് കളർ ഒന്ന് മാറ്റിയിട്ട് റെഡ് കൊടുക്കാം. കണ്ടില്ലേ, കണ്ടെയ്നറിനുള്ളിൽ റോ ആണ് റെഡ് കളർ ബോർഡറിലുള്ളത്. ഇനി നമുക്ക് കോളത്തിന് ബോർഡർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ കോളത്തിന്റെ കളർ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ട് നമുക്ക് ഒരു അക്വാമറൈൻ കൊടുക്കാം. കോളല്ല, കോൾ 1 ആണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതില് ആ ബ്ലാക്ക് കളർ ബോർഡർ വരുന്നതാണ് നമ്മുടെ കണ്ടെയ്നർ. അതിനുള്ളിൽ റെഡ് കളർ ബോർഡർ വരുന്നത് ആണ് റോ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ബ്ലൂ കളർ ബോർഡറിലാണ് കോളം വന്നിട്ടുള്ളത്. കോളത്തിന് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഈക്വൽ വിഡ്ത്തിലുള്ള ഒരു 12 കോളംസ് ആണ് നമുക്ക് ഒരു റോയ്ക്കുള്ളിൽ വരുന്നത്. ഇനി ഇതിനെ നമുക്ക് ഇപ്പം എനിക്ക് ഈക്വൽ വിഡ്ത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു 2 കോളംസിന്റെ വിഡ്ത്ത് ഒരുമിച്ചാക്കിയിട്ട് അങ്ങനെ ഒരു കോളമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. 2 കോളംസ് ഗ്രൂപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം എങ്ങനെയാണെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് നമ്മൾ 12 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. അപ്പൊ ഇതൊന്ന് എങ്ങനെയാ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു ഈക്വൽ വിഡ്ത്തിലുള്ള 2 കോളംസ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് പിന്നെ കോൾ 6 വെച്ചിട്ട് എടുക്കാം. അപ്പൊ അതായത് കോൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കോളംസ് അല്ലെങ്കിൽ 6 കോളംസ് ഗ്രൂപ്പ് ചെയ്ത് ഒരു കോളം ആവും. അതായത് 6 കോളംസിന്റെ സ്പേസ് ആ ഒരു വിഡ്ത്ത് എടുത്തിട്ട് ഒരൊറ്റ കോളം ആവും. അങ്ങനെയാണ് സംഭവിക്കുക. നമുക്ക് ഈ കോൾ 6നെ നമ്മൾ ആക്ച്വലി ഇവിടെ സ്റ്റൈൽ ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ആ ഒരു ക്ലാസ്സിനെയും കൂടെ വിളിച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഉണ്ടല്ലേ, നമുക്കിങ്ങനെ ഈക്വൽ ആയിട്ടുള്ള 2 കോളംസ് ആയി. അപ്പൊ അതായത് ഇത് ആ 6 കോളംസ് ആണ്. ആദ്യത്തെ 6 കോളംസ് ഒരു കോളമായി, പിന്നത്തെ 6 കോളംസ് ആണ് രണ്ടാമത്തെ കോളമായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു ഇതായിട്ട് നമുക്ക് നോക്കാം. വന്നിട്ടുണ്ട്. കോൾ 6 കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഒരു 3 കോളംസ് എങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഞാനൊന്ന് കോപ്പി ചെയ്തു. ഒരു 3 കോളംസ് എന്ന് പറയുമ്പോൾ 3 കോളംസ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള 2 ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ബാക്കി സ്പേസ് എന്ത് ചെയ്യും, എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കാം. കോൾ 3യുടെ ക്ലാസ്സും കൂടി നമുക്കിവിടെ CSS പറഞ്ഞു കൊടുക്കാം. കോൾ 3. ഓക്കെ, ആദ്യത്തെ ആ ഒരു 3 കോളത്തിന്റെ വിഡ്ത്ത് എടുത്തിട്ട് ഒരു കോളമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 3 കോളത്തിന്റെ വിഡ്ത്ത്
എടുത്ത് സെക്കൻഡ് കോളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കി സ്പേസ് വേക്കന്റ് ആയിട്ട് കിടക്കും. അതായത് 3 കോളത്തിന്റെ വിഡ്ത്തിലാണ് ആദ്യത്തെ ഒരു കോളം ഓക്കുപൈ ചെയ്യുന്നത്. അതിന്റെ ആവശ്യമുള്ള സ്പേസിന് ശേഷം ബാക്കിയുള്ള ഇത് ആ 12 കോളംസിൽ ബാക്കി വരുന്ന സ്പേസ് എന്ന് പറയുന്നത് വേക്കന്റ് ആയിട്ട് കിടക്കും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഗ്രിഡ് സിസ്റ്റം വരുന്നത്. അതായത് നമുക്ക് എത്രയാണ്, അതായത് ക്ലാസ് കോളം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ കോളം ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ എത്ര വീതമാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര അതിന്റെ വിഡ്ത്ത് എങ്ങനെയാ വരേണ്ടത് എന്നുള്ളത്, എത്ര കോളത്തിന്റെ വിഡ്ത്താണ് നമുക്ക് ഒരു കോളത്തിന് വേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ നമ്പർ ഉപയോഗിച്ചിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതായത് കോൾ 3 ആണെന്നുണ്ടെങ്കിൽ 12 കോളംസിൽ 3 കോളംസ് ഗ്രൂപ്പ് ചെയ്ത് ഒരൊറ്റ കോളമായിട്ടായിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. അതാണ് കോൾ 3 എന്ന് പറയുന്നത്. അപ്പൊ കോൾ 4 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 4 കോളംസ് ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് ഒരു ഇതായിട്ട് കിട്ടും. നമുക്ക് നോക്കാം. 4 കോളംസ് ആയിരിക്കും ഗ്രൂപ്പ് ചെയ്ത് ഒറ്റേതായിട്ട് ഇട്ടാണ്. നമ്മളതിന് സ്റ്റൈലിൽ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. കൂടെ കൊടുക്കാം. 4 കോളംസിന്റെ സ്പേസ് എടുത്തിട്ട് ഒരു കോളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ കോളം, അതിന്റെ ബാക്കിയുള്ള സ്പേസ് ഇവിടെ വേക്കന്റ് ആയിട്ട് കിടക്കും. ഇതാണ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ബൂട്ട്സ്ട്രാപ്പിന്റെ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഈ കോളംസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ബ്രേക്ക് പോയിന്റ്സ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഓരോ ബ്രേക്ക് പോയിന്റ്സും മാറുന്നതനുസരിച്ച് അടുത്ത ലൈനിലേക്ക് ആ ഒരു കോളം സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മൾ ബ്രേക്ക് പോയിന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മൾ 12 കോളംസിന്റെ സ്ഥാനത്ത് 13ാമതായിട്ട് ഒരു കോളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നോക്കാം. ആദ്യത്തെ സെറ്റ് ഓഫ് കണ്ടെയ്നറിനാണ് ഞാൻ കൊടുത്തേക്കുന്നത്, കണ്ടില്ലേ? അടുത്തതെന്ന് പറയണത് ആ ഒരു ലൈനിൽ നിന്ന് നമുക്ക് അടുത്ത ഇതിലായിട്ട് വരും. ആ ഒരു റോയിൽ 12 എണ്ണം മാത്രമേ ഒക്കുപൈ ചെയ്യുള്ളൂ. സ്പേസ് അങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്ക്രീൻ സൈസ് മാറുന്നതനുസരിച്ച് അതിന്റെ ആ ഒരു അലൈൻമെന്റ് ഒക്കെ നമുക്ക് റെസ്പോൺസീവ് ആയിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആ ഒരു ബ്രേക്ക് പോയിന്റ്സും കൂടെ അതിന്റെ കൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് എങ്ങനെ പറഞ്ഞു കൊടുക്കാം നമുക്ക് നോക്കാം. ഇത് തന്നെ എടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് ഒരു സ്മോൾ ഇതിന് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, മീഡിയം ഡിവൈസസിൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. SM3 വെച്ചിട്ട് നോക്കാം. SM3 വെച്ചിട്ടുള്ള ഒരു 4 കോളംസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ 3 കോളം വീതം ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 4 കോളം ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. അതിനകത്ത് ഓരോന്നിനും നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൂടി കൊടുക്കാം. ഇങ്ങനെ ഒരു കണ്ടന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ കോളത്തിലും നമുക്ക് ഈ ഒരു കണ്ടന്റ് കൊടുത്തു നോക്കാം. നമുക്ക് ഒരു റോയില് എത്ര ക്ലാസ് ആണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ഇപ്പൊ അറിയാം. ബോർഡർ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. നമുക്ക് ബോർഡർ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ശരിയാവും. കോൾ SM3 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റൈൽ തന്നെ മതി. അപ്പോൾ നമുക്ക് കോൾ SM3 കൂടി വിളിക്കാം. കണ്ടില്ലേ?
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റ് വരുന്നത് എങ്ങനെയാണ് വെച്ചാൽ ആ ഒരു കണ്ടന്റിന്റെ സൈസ് അനുസരിച്ച് അതിന്റെ ആ ഒരു ഫ്ലെക്സ് ബോക്സ് അതിന്റെ ആ ഫ്ലെക്സ് ബോക്സിന്റെ പ്രത്യേകതയാണ് കണ്ടന്റിന്റെ അനുസരിച്ച് അതിന്റെ സൈസും കൂടി കണ്ടന്റിന്റെ സൈസ് അനുസരിച്ച് അതിന്റെ സൈസ് കൂടി മാറും. അങ്ങനെയാണ് നമുക്കത് റെസ്പോൺസീവ് ആയിട്ട് വെക്കുന്നത്. നമ്മളിപ്പോ SM ആണ് കൊടുത്തേക്കണം. അപ്പൊ ഇതെല്ലാം ഒന്ന് നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോ ഇങ്ങനെ വരുന്ന ആ ഒരു കോളത്തിന്റെ ഹൈറ്റ് അവിടെ അഡ്ജസ്റ്റ് ആയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് വന്നിരിക്കുന്നത് കൊണ്ടാണ്. ഫ്ലെക്സ് ബോക്സിന്റെ പ്രത്യേകതയാണ് അത്. ഇതൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. നമ്മൾ 3 കോളംസ് വെച്ചായിരുന്നു ഗ്രൂപ്പ് ചെയ്തിരുന്നത്. അങ്ങനെ ഇപ്പൊ 3x4 ആണ് 12 എന്ന് പറയുന്നത്. അപ്പൊ അതാണ് 4 കോളംസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോ കിടക്കണത് ഇതിന്റെ SM എന്ന് പറഞ്ഞ ബ്രേക്ക് പോയിന്റിന്റെ 576px എന്ന് പറഞ്ഞിട്ടുള്ള ഡയമെൻഷനിലാണ്. അപ്പൊ അതിലേക്ക് കുറഞ്ഞു വരുമ്പോഴത്തേക്കിന് അത് ആ ഒരു നെക്സ്റ്റ് ലൈനിലായിട്ട് വരും. സോറി, ലൈൻ ബൈ ലൈനായിട്ട് താഴെയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു SM എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രേക്ക് പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ആ ഒരു ബ്രേക്ക് പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളത് എത്ര സ്ക്രീൻ സൈസ് കുറയുന്നതിനനുസരിച്ചും അത് റെസ്പോൺസീവ് ആയിട്ട് അതിന്റെ ലേ ഔട്ട് അത് കറക്റ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അതിലും താഴോട്ട് വരുമ്പോഴാണ് അതിന്റെ ആ ഒരു ഇത് മാറുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ അതിന്റെ ആ ഒരു സ്ക്രീൻ സൈസ് മാറുന്നതിനനുസരിച്ചായാലും അതിന്റെ വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത് നമുക്ക് ടോട്ടലി റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു പേജ് നമുക്ക് ഗ്രിഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൂട്ട്സ്ട്രാപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. സോ താങ്ക് യു.